അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഒരു ടീച്ചറിനെ കണ്ട ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നു ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഒരു പ്രിൻസിപ്പളാണ് കാസർഗോഡ് ഹൈസ്കൂളാണ്. യെസ്, അവിടുത്തെ ഒരു പ്രിൻസിപ്പളാണ്. പാട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ നന്നായിട്ട് പാടും. ആ ഒരു പാട്ടിനോടുള്ള സ്നേഹം കാരണം പാട്ടുകൾ കേൾക്കാനും. എങ്ങനെയാണ് ആദ്യം എപ്പോഴാണ് പാട്ട് പാടാൻ തുടങ്ങിയത്? പാടാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നത് ഒരു പാട്ട് ഫാമിലിയിലേക്കാണ്. അതെ. അപ്പോൾ ഒരുപാട് പഴയ പാട്ടുകൾ പാടുന്ന ചേട്ടനും അനിയൻ്റെയും കൂടെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട് ആ സമയത്ത്. ഇങ്ങനെ മോളും പിന്നെ പതിയെ ഇവര് വീട്ടിൽ പാടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തത്. അനാമികയുടെ കാര്യം പറയൂ. അനാമിക ഇപ്പൊ എന്ത് ചെയ്യണു? ട്രിവാൻഡ്രത്ത് തന്നെ കോട്ടൂര് DLED കോഴ്സിയാണ് പുഷ്പഗീത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്. അത് ശരി. ആൻഡ് നിങ്ങളുടെ ഈ പാട്ട് വീടെന്ന് പറഞ്ഞ അതിനെ കുറിച്ച് ഞാൻ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പേര് തന്നെ വരാൻ എന്താണ് കാരണം? കാരണം നമ്മള് 3 പേര് പാടുമായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പാടുന്നത് FB. അച്ഛനും ഞാനും പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട്. അച്ഛന് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഗാനമേള ട്രൂപ്പൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തിലേ പോവായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ അച്ഛനോട് പ്രോഗ്രാമിന് പോകും. പിന്നെ അനിയത്തിയും വന്നവിടെ നമ്മൾ പാടുമായിരുന്നു. അപ്പോൾ 3 പേരും പാടും. പിന്നെ അച്ഛനും ഞാനും അച്ഛന്റെ പേജിൽ പാടും. നമ്മൾ 3 പേരും ഒരു പാട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അതിന് നല്ല റീച്ച്. അതാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ ഇട്ടത്. യെസ്. അപ്പൊ അങ്ങനെ നാട്ടിലുള്ള ആൾക്കാർ ഇത് കണ്ട് അവർക്ക് ഇഷ്ടമായിട്ട് അവരിട്ട പേരാണ് പാട്ട് വീട്. അല്ല നമ്മളൊരു പേജിനെ കുറിച്ച് ആദ്യം അച്ഛന്റെ FB പേജിലായിരുന്നു പാടിയത്. പിന്നെ 3 പേരും പാടാൻ തുടങ്ങിയപ്പോ ഒരു കോറസിന്റെ ആവശ്യത്തിന് ഞാനും കൂടെ കയറി. അങ്ങനെയാണ്. അപ്പൊ 4 പേരും പാടുമ്പോഴും ഒരു പുതിയൊരു പേജ് തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ആളുടെ മനസ്സിൽ വന്നൊരു പേരാണ് പാട്ടുവീട്. ഓ, അങ്ങനെയാണ് ആ ഒരു വീട്. എന്തായാലും ഈ പാട്ടുവീട് കംപ്ലീറ്റ് ആവണമെങ്കിൽ സൈൻ ചെയ്യുന്ന വ്യക്തിയുടെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടണം. പാട്ട് വീട്ടിലെ ബാക്കിയുള്ള 2 അംഗങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, അച്ഛനും പിന്നെ അനീതി അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര് പറയൂ. എൻ്റെ പേര് രവീന്ദ്രൻ. ആഹാ. ഞാൻ എൻ്റെ ജോലി ബീവറേജ് കോർപ്പറേഷനിലെ വെയർ ഹൗസിലാണ് കാസർഗോഡ്. ഓക്കെ. ഞാനൊരു സിംഗറായിരുന്നു, പ്രൊഫഷണൽ സിംഗറായിരുന്നു. ചെറുപ്പകാലത്തിലെ പാടാറുണ്ട് നിരവധി വേദികളിൽ. വളരെ ചെറിയ പ്രായത്തിൽ മുതൽ ആ പാട്ട് എന്ന് പറഞ്ഞ കലാരൂപം കൊണ്ടു നടക്കാണ്. ഇപ്പോഴും ആ ഒരു പാഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നോണ്ടാണല്ലേ ഇങ്ങനെ ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത്. ആൻഡ് അങ്ങനെ ഒരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന പ്രോഗ്രാംസിന്റെ ഒക്കെ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെ, പലരും ഞങ്ങൾ തിരിച്ചറിയുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. ഞങ്ങളൊരു ഓട്ടോയിൽ കയറിയപ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് സംശയമായിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കി, കുറേ സമയം നോക്കി, നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഹോട്ടൽ സപ്ലയർ ഞങ്ങളായിട്ട് ചായ കുടിക്കുമ്പോൾ വന്ന് സെൽഫി എടുത്തു. അങ്ങനെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലും ഞങ്ങളെ അറിയുന്നു, എവിടെ പോയാലും ഞങ്ങളെ അറിയുന്നു. അതെ, ആ ഒരു വൈറൽ സോങ് ആളുകളിലേക്ക് അത്രയും എത്തി, അതിന്റെ ഭാഗമാണ് ഈ ഒരു ആഘോഷമെല്ലാം അല്ലേ? ഇനി ഇളയ മോളെ കൂടി ഒന്ന് പരിചയപ്പെടാം. പേര്? എന്റെ പേര് വൈഗ. ഏത് ക്ലാസ്സിൽ? 7th പഠിക്കുന്നു. നിങ്ങൾ 2 പേരും പഠിക്കുന്നത് ഒരു ഗുരുവിന്റെ അടുത്താണോ? അതെ. അപ്പോ ചേച്ചി, നമുക്ക് എല്ലാവരും ചേർന്നിട്ട് പാടിയ വൈറൽ സോങ് നമുക്കൊന്ന് കേൾക്കണ്ടേ? കാരണം അതിലാണ് എല്ലാത്തിനും തുടക്കം. നമുക്ക് അതൊന്ന് കേട്ടാലോ ടീച്ചറെ? യെസ്. കണ്ണാ 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 തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്ക പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത്
പരവേശം കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം അച്ഛന്റെ സൗണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ആ തുടക്കത്തിലെ ആ വിളിയിൽ തന്നെ നമുക്ക് ആ ഒരു സുഖം മനസ്സിൽ വന്നു. അപ്പൊ പാട്ട് വീട് എന്നുള്ള പേര് അന്വർത്ഥമാക്കി എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് നിങ്ങൾ 4 പേരും ഒരുമിച്ചുള്ളൊരു ചാനൽ ഷോ അല്ലേ? ആദ്യത്തെ ചാനൽ ഷോ ആണിത്. അപ്പൊ അതിന് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ അങ്ങനെ ഒരു സുവർണ നിമിഷം സമ്മാനിച്ചതിന്. എന്നാൽ നമുക്ക് മെയിൻ പെർഫോമൻസിലേക്ക് കടന്നാലോ? യെസ്, ഓക്കെ.